നമസ്കാരം, ഞാൻ ഡോക്ടർ വീരാൻകുട്ടി. ഞാൻ കിംസ് അൽ ഷിഫയിലെ കൺസൾട്ടൻറ്റ് സ്പൈൻ സർജനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സേഫ്റ്റി ഓഫ് സ്പൈൻ സർജറി. പലപ്പോഴും നമ്മൾ നട്ടെല്ലിൻ്റെ പ്രോബ്ലംസ് പേഷ്യൻസ് 15-20 കൊല്ലം കൊണ്ട് നടക്കാറാണ് പതിവ്. അവർക്ക് എപ്പോഴും ഉള്ളിലൊരു ഭയം ഉണ്ടാവും. ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെടും, പിന്നീട് നടക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഭയത്തോടു കൂടിയാണ് പലപ്പോഴും ആളുകൾ ഇത്രയും കാലം ഈ രോഗം കൊണ്ട് നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്പൈൻ സർജറി ഇപ്പോൾ സേഫാണെന്ന് പറയാൻ കാരണം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്പൈൻ സർജറിയിൽ വന്നിരിക്കുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ന്യൂറോ മോണിറ്ററിങ് ടെക്നിക്ക്. ന്യൂറോ മോണിറ്ററിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ അറിയണമെങ്കിൽ സാധാരണ നമ്മൾ ECG എടുത്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ ഫംഗ്ഷൻ അറിയാനായിട്ട് നമുക്ക് ന്യൂറോ മോണിറ്ററിങ് എന്ന് പറഞ്ഞ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും നമുക്ക് സ്പൈനൽ കോഡിൻ്റെ ഫംഗ്ഷൻ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസം അതിൽ വരുന്ന സമയത്ത് തന്നെ നമുക്കതിൽ അലാം വരും. അപ്പോൾ നമുക്ക് ഏറ്റവും സേഫായിട്ട് തന്നെ സ്പൈൻ സർജറി ചെയ്യാനിപ്പോൾ പറ്റും. പിന്നെ അടുത്തൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പ്. ഇപ്പോൾ നമുക്കിവിടെ കിംസ് അൽ ഷിഫയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് തന്നെ അവൈലബിൾ ആണ്. അതിനകത്ത് വളരെ വലുതായിട്ട് കാണാനും വളരെ ഇലുമിനേഷനോട് കൂടി ലൈറ്റോട് കൂടെ കാണാൻ പറ്റും ഈ ഞരമ്പ്, അതുപോലെ തന്നെ സ്പൈനൽ കോഡെല്ലാം. അപ്പോൾ തന്നെ അപകട സാധ്യത വളരെ കുറവായിരിക്കും. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടിലൊക്കെ കീ ഹോൾ സർജറി ചെയ്യുന്ന പോലെ നട്ടലിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ ട്യൂബ് കടത്തിവിട്ട് എക്സാക്ട്ലി എവിടെയാണോ നട്ടലിൻ്റെ ഉള്ളിൽ പ്രശ്നം അത് മാത്രം ചികിത്സിക്കുന്ന രീതിയാണ്. അത് ചെയ്യുന്ന സമയത്ത് വേറെ മസിലുകൾക്കോ എല്ലുകൾക്കോ ലിഗമെൻറ്റുകൾക്കോ ഒരു ഡാമേജും വരാതെ അസുഖം മാത്രം ചികിത്സിക്കാൻ പറ്റും. അതിൻ്റെ ഇൻസിഷൻ സൈസ് ഒരു 1 സെൻറ്റിമീറ്ററിലും താഴെ ചെറുതായിട്ടുള്ള ഒരു മുറിവാണ് അതിന് ഉണ്ടാവുക. ഇത് കൂടാതെ തന്നെ ഹൈ സ്പീഡ് ബർ, അൾട്രാസോണിക് സ്കാൽപ്പൽ, അങ്ങനെ കുറേ അധികം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഇപ്പോൾ സ്പൈൻ സർജറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം സ്പൈൻ സർജറിയുടെ ആക്യുറസിയും സേഫ്റ്റിയും വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചാണ്. അതിനകത്ത് ന്യൂറോ സർജൻ ഉണ്ടാവും, ന്യൂറോ മെഡിസിൻ, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പൈൻ സർജൻ, എല്ലാവരും കൂടെ ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് കോംപ്ലിക്കേറ്റഡ് കേസസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 15-20 വർഷമായിട്ട് കൊണ്ട് നടക്കുന്ന ഈ അസുഖം ഇപ്പോൾ ഇവിടെ തന്നെ കിംസ് അൽ ഷിഫയിൽ വരുന്ന രോഗികളിൽ സർജറി ചെയ്തതായാലും മെഡിക്കലി ചികിത്സിച്ചതായാലും അവരൊക്കെ സർജറി അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ പറയുന്നത് നമ്മൾ ഇത്രയും കൊല്ലം എന്തുകൊണ്ട് ഇത് ചികിത്സനെക്കുറിച്ച് അറിഞ്ഞില്ല അല്ലെങ്കിൽ ചെയ്തില്ല എന്നാണ് അവർ പറയാറ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്പൈൻ സർജറി ഈസ് സേഫ്.